പല ആക്രമണങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. പല ആക്രമണങ്ങളും എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവർക്കത് സാധിക്കാതെ പോയിട്ടുണ്ട്. 21-ൽ സൂര്യനെ പോലെ കത്തി നിന്നിരുന്ന മനുഷ്യനാണ് CM. അങ്ങനെയാണ് ഞാനടക്കം ജയിച്ചത്. പക്ഷെ ആ സൂര്യൻ കെട്ടുപോയി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ. CMൻ്റെ കാലശേഷം CM ഒരു വെറുക്കപ്പെട്ട പൊളിറ്റിക്കൽ ലീഡറായിട്ട് അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കോൺഗ്രസ് അത്ര ഒരു മോശപ്പെട്ട പാർട്ടിയാണെന്നൊരു അഭിപ്രായം പണ്ടും എനിക്കില്ല, എപ്പോഴും ഇല്ല. നിങ്ങൾ ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി സ്റ്റേഷനിൽ ഓടിച്ചെന്നാൽ നീ ഇങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് അവരെ വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാട് പോയാൽ കേൾവിയില്ലാത്ത സ്ഥിതിയിലേക്ക് അത് പോവുകയാണ്. ഓരോ ഘടകകക്ഷികൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ അവരൊന്നും ഇത്തരത്തിലൊരു അഭിപ്രായങ്ങളും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ പറയുന്ന ഘടകകക്ഷികളിൽ മഹാഭൂരിപക്ഷവും CPMൻ്റെ തണലിലേ അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അവർ വെയിലത്തേക്ക് വന്ന വാർഡും നിങ്ങളുടെ പിന്നിൽ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകാശത്തേക്ക് വെറുതെ ഉണ്ടാറാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല, എൻ്റെ പിന്നിൽ ഈ ജനങ്ങളാണ്. ഈ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ തീരുമാനിച്ചിട്ട് അതിലൊരു അണിയായിട്ട് ഞാനുണ്ടാവും. അതിൽ നേതാവാകണമെന്ന് ജനങ്ങൾ പറഞ്ഞാൽ അതിന് നേതാവാകും. കൂടെയുള്ളത് PV അൻവർ MLA ആണ്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പം ആദ്യം കാണുന്നത് മുന്നിലൊരു പോസ്റ്ററാണ്, ഒരു ബോർഡാണ് കാണുന്നത്. അതിൽ എഴുതിയിട്ടുള്ളത് വിരട്ടലും വിലപേശലൊന്നും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ്. താങ്കൾ ഇങ്ങോട്ട് കയറി വരുന്ന ഓരോ ദിവസങ്ങളിലും ഇത് കണ്ടുകൊണ്ടാണ് കയറി വരുന്നത്. ഒരിക്കൽ പോലും പേടി തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേടി തോന്നാതിരിക്കുന്നത്? അല്ല, അത് ബോർഡ് വെച്ചൊരു കാര്യം കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ കുറിച്ച് ധാരണ ഇല്ലവർ ആ ബോർഡ് വെക്കില്ല. അത് ഈ നാട്ടുകാർ അല്ല ബോർഡ് വെച്ചിരിക്കുന്നത്, അത് ഈ നാട്ടുകാരെ കൊണ്ട് വെപ്പിച്ചതാണ്. വെച്ചിരിക്കുന്നത് എൻ്റെ ഭൂമിയിലാണ്, റോഡിലല്ല. നിങ്ങൾ പോകുമ്പോൾ നോക്കണത് അവിടെ റോഡിൽ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ബോർഡ് വെക്കട്ടെ, വെച്ചോന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭൂമിയിലാണ് വെച്ചിരിക്കുന്നത്, പബ്ലിക് പ്ലേസിലല്ല. അതത്രേ ഉള്ളൂ. KK രമ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് TP ചന്ദ്രശേഖരൻ അടക്കമുണ്ടായ അനുഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ പാർട്ടിക്കെതിരെ പറഞ്ഞ സമയത്ത്. അപ്പോൾ അൻവറിനും അത്തരത്തിലൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പല നേതാക്കളും പറയുകയാണ്. അപ്പോൾ പോലും പ്രതീക്ഷിക്കുന്നില്ലേ ഒരു ആക്രമണം എപ്പോഴെങ്കിലും സംഭവിച്ചേക്കാം എന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് പുതിയൊരു സംഭവമല്ലത്. നമ്മളിങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. പല ആക്രമണങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. പല ആക്രമണങ്ങളും എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവർക്കത് സാധിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹഡിൽസ് ക്രോസ് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഹഡിലൊന്നും ഒരു ഹഡിലായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഓരോ സമ്മേളനങ്ങളിൽ പോകുമ്പോൾ, ഉദാഹരണത്തിന് മാമി കേസുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ അടക്കം കണ്ടൊരു ജനപിന്തുണയുണ്ട് PV അൻവർ എന്ന MLAക്ക്. അതിപ്പോൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജനപിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയല്ലേ ശരിക്കും? അല്ല, അത് ജനപിന്തുണ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ഈ സമൂഹത്തിലെ ഓരോ മനുഷ്യരും അനുഭവിക്കുന്നത്, പോലീസുമായി ബന്ധപ്പെട്ട വിഷയം ഈ സമൂഹം അനുഭവിച്ച വിഷയമാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള പോലീസിൻ്റെ ഇടപെടലുകൾ, അനാവശ്യമായിട്ടുള്ള ഫൈനുകൾ, ഭീഷണിപ്പെടുത്തുകൾ, സ്റ്റേഷനിൽ ചെന്നുള്ള തെറിവിളികൾ, മനുഷ്യനെ അപമാനപ്പെടുത്തൽ, ഇത് അമ്പകരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചൊക്കെ പൊതുപ്രവർത്തകർക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു സേ ഉണ്ടായിരുന്നു. എന്നാൽ സേ മറ്റേ പോയി. അപ്പോൾ അത് ജനങ്ങൾക്കറിയാം. അപ്പോൾ ഈ ടാക്സി ഓടിക്കുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഇവരുടെ അടപ്പിക്കുന്ന ഫൈന്, വൻതോതിലുള്ള ടാക്സ് വർധന, ഇൻഷുറൻസ് എമൗണ്ടുകളുടെ ഡബിളും ത്രിബിളും ആണ് ഓരോ വർഷം കഴിയുമ്പോൾ. ഇതൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യാനില്ല. ഇതിനൊക്കെ എന്താ പറയുക, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിന് ഇടപെടാവുന്ന ഒരുപാട് മേഖലയുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ നമുക്കറിയാലോ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠനാവശ്യത്തിന് വിദേശത്തേക്ക് പോകണം. പഠനം മാത്രമല്ല, ഒരു ജോലിയും കൂടെ കണ്ടിട്ടാണ് പോകുന്നത്. ഇന്നിപ്പം യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ വരുന്ന വിവരങ്ങൾ US നിന്ന് UK ഇപ്പം നമ്മൾ കണ്ടു. അവിടുത്തെ ജനങ്ങൾ ഭയങ്കര പ്രതിരോധം തീർക്കുകയാണ്. ഇനി നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. സ്വാഭാവികമായിട്ടും ആ പ്രതിരോധം ഒരുപാട് കുട്ടികൾ മടങ്ങി വരണം, അക്രമത്തിന് വിധേയമാകുകയാണ്. ഈ ചെറുപ്പക്കാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് മടങ്ങി വേണ്ടി വരും. ഇവർക്കിവിടെ തൊഴിലില്ല. അവർക്കൊരു തൊഴിലിൻ്റെ സാധ്യതയെക്കുറിച്ച് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല. ഒരു സ്റ്റാർട്ടപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകൾ ഇതിൻ്റെ ഒരു 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള റിസോഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ആ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വിദേശത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഈ യൂത്താണ്. അവരെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള നയരൂപീകരണത്തിൽ മാറ്റം വരുത്തി ഇവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇത് ഒരു വിഷയമാണ്. അതുപോലെ തന്നെ മലയോര കർഷകർ, കാർഷിക വിള മൊത്തം ഇന്ത്യയിലുള്ള വിഷയമാണ്. പക്ഷേ നമ്മുടെ ഈ പശ്ചിമഘട്ടം, കേരളത്തിൻ്റെ കാസർഗോഡ് ടു ഈ കന്യാകുമാരി വരെ നമ്മുടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന വരുന്ന ഈ പ്രദേശത്ത് 60 MLAമാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. വന്യമൃഗശല്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ഇന്ത്യയിൽ തന്നെ. കാരണം ഇവിടെ നമ്മുടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അത് 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റാണ് ഇവിടെ ഉള്ളത്. അതിൽ ഇതുവരെ അമെൻമെൻറ്റ് വന്നിട്ടില്ല.
50-55 വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇത് സ്റ്റേറ്റ് ഇടപെടേണ്ടതാണ്. ഈ സ്റ്റേറ്റ് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത്. പക്ഷേ ഇത് കേന്ദ്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ് ഒഴിവാകണം. മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ ഛത്തീസ്ഗഡ് പോലുള്ള രാജ്യത്തിൻ്റെ ഈസ്റ്റേൺ പ്രദേശത്ത് ആ സ്റ്റേറ്റുകളിലും ഈ വിഷയങ്ങളുണ്ട്, ആസാമിൽ ഈ വിഷയങ്ങളുണ്ട്. അപ്പം ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രദേശത്തെ മുഖ്യമന്ത്രിമാരെ ചേർത്ത് ഒരു 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 സ്ട്രോങ് ടീമായി നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തണം. ഇതൊന്നും ആരും ഏറ്റെടുക്കാനില്ല. അപ്പം ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ ഫേസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പോലീസ് സേനയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ പോലീസ് സേനയിൽ ഉള്ള RSS ബന്ധമാണോ അതോ ഇവരുടെ മോശം പ്രവർത്തനങ്ങളാണോ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനോടൊപ്പം മുഖ്യമന്ത്രിക്ക് ശരിയായ രീതിയിൽ ഇവരെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന സ്ഥിതിയാണോ? എന്താണ് താങ്കളെ ഇതിൽ കൃത്യമായ രീതിയിൽ ഇത് ജനങ്ങൾ അറിയണമെന്ന നിലയിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണം എന്താണ്? അല്ല, അതിൽ പ്രധാന കാരണം പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം തന്നെയാണ്. ഞാൻ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് തുടക്കം മുതൽ ദാവൂദ് ഇബ്രാഹിമിനെ ഉപമിച്ച ADGP ആണ് കേരളത്തിലുള്ളത്. അതാണ് വസ്തുത. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റാതെ പോകുന്നത്? ഏത് മുഖ്യമന്ത്രിക്കും നിയന്ത്രിക്കാൻ പറ്റും. ഒരു ഓർഡറിൻ്റെ ഒരു 2 വരി എഴുതി CM സൈൻ ചെയ്യേണ്ട വിഷയമേ ഉള്ളൂ. എന്താ ചെയ്യാത്ത നമുക്കറിയില്ല. അപ്പം അത് മനുഷ്യരുടെ ഏറ്റവും വലിയ അവസാനത്തെ അത്താണിയാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് പോലും ഒരു വിഷയമുണ്ടായാൽ ഓടിപ്പോകാനുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. അത് നമ്മുടെ ഒരു അഭയ കേന്ദ്രമാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും. അവിടെ ക്രിമിനൽ വൽക്കരണം നടന്നാൽ എന്താ സ്ഥിതി? നിങ്ങൾ ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി സ്റ്റേഷനിൽ ഓടിച്ചെന്നാൽ നീ ഇങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് അവരെ വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാട് പോയാൽ കേൾവിയില്ലാത്ത സ്ഥിതിയിലേക്ക് അത് പോവുകയാണ്. അപ്പം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ പറയുന്ന ഈ കൊടും ക്രൂരതക്കും കളവിനും എന്താ പറയുക കള്ളക്കടത്തിനും കൂട്ടു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. പോലീസിലുമുണ്ട് വളർന്നു വരുന്ന യുവതലമുറ. അവരുടെ എന്താ പറയുക അവർ കണ്ടു പഠിക്കുന്ന എന്താ ഇതാണ്. അപ്പോൾ പോലീസിൻ്റെ സംസ്കാരം തന്നെ മാറും കാലം കൊണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷെ അത് വളരെ ലാഘവത്തോടെ കൂടിയിട്ട് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നു. ഈ കാര്യങ്ങൾ വസ്തുതാപരമായി പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഈ പരാതികൾ പല കോണിൽ നിന്ന് ഉയർന്ന സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാക്കിയാണ് അതിലേക്ക് പരാതികൾ നൽകാമെന്ന്. പക്ഷേ പിന്നീട് അത് ഇല്ലാതാക്കുകയാണ്. അതൊരു ഭയത്തിൻ്റെ സൂചന തന്നെയാണോ? അല്ല, തീർച്ചയായിട്ടും അവർ ഭയപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ കൃത്യമായ അന്വേഷണം നടക്കാത്തത്. ഈ കുറ്റവാളിയാണ് എന്ന് കേരളീയ സമൂഹം ഉറപ്പുവരുത്തിയിട്ടുള്ള, മനസ്സുകൊണ്ട് ഉറപ്പുവരുത്തിയിട്ടുള്ള ഈ പോലീസ് സംഘത്തെ എന്തുകൊണ്ടാണ് വീണ്ടും നിലനിർത്തുന്നത്? അത് വീണ്ടും എന്താ വെച്ചാൽ ഇവർക്കാണ് അപ്പർ ഹാൻഡ് കൊടുക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിക്കുന്നതെങ്കിൽ എന്താവും ബാക്കിയുള്ള പോലീസുകാരുടെ അവസ്ഥ? അപ്പം ആ ക്രിമിനൽ സംഘത്തോടൊപ്പം ചേരാനാണല്ലോ കൂടുതൽ പോലീസുകാർ പരിശ്രമിക്കുക. അവിടെയാണ് സേഫ്റ്റി, അവിടെ സമ്പത്തുണ്ട്, അവിടെ ബാക്കിയുള്ള സൗകര്യങ്ങൾ കിട്ടും. എന്തിനു നമ്മുടെ നാടിന് വേണ്ടി നിൽക്കണം? സ്വാഭാവികമായും അവരുടെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അതായിരിക്കും. ഇതൊന്നും കാണാൻ ഈ ഗവൺമെൻറ് കഴിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ MLA ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിലാണെങ്കിലടക്കം ഇപ്പോൾ പ്രധാനമായും മന്ത്രി മുഹമ്മദ് റിയാസാണ് അതിലൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതും അതിനെയൊക്കെ തടുത്തു നിർത്തുകയും ചെയ്യുന്നത്. ഇത് ഒരു കുടുംബനാഥനോടുള്ള സ്നേഹമാണോ അതോ ഒരു മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹമാണോ അതോ പാർട്ടിയോടുള്ള സ്നേഹമാണോ? നമുക്കതിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വിലയിരുത്തുന്നത്. മനുഷ്യനെല്ലാവരും ഒരേപോലെ ഒരു കാര്യം വിലയിരുത്തില്ലല്ലോ. ഈ 3 ആംഗിളിലും വിലയിരുത്തുന്നവരുണ്ടാവും. അപ്പം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം കഴിച്ചുകൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കൽ ലീഡർ ആവാതിരിക്കില്ല. പക്ഷേ അദ്ദേഹം നന്നായിട്ട് SFI DYFIയിലൂടെയൊക്കെ വന്നതാണ്. ഈ പ്രതിസന്ധികളൊക്കെ ഈ നാട്ടിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടാൻ പറ്റും. മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചാണെങ്കിൽ അത് തിരുത്താൻ പറ്റും. മുഖ്യമന്ത്രിയെക്കാളും ഗ്രൗണ്ട് റിയാലിറ്റീസ് താഴേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ളവൻ സാഹചര്യവശാൽ ഇന്ന് റിയാസാണല്ലോ. മുഖ്യമന്ത്രിയായിട്ടുള്ള എന്താ പറയുക ആ പൊസിഷൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. താഴേക്ക് ഇറങ്ങി വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന ആൾ ആരാണ്? റിയാസാണല്ലോ. അദ്ദേഹം മന്ത്രിയും പാർട്ടി ലീഡർ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സണ്ണിലും കൂടെയാണ്. ആ നിലക്ക് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തം ഉണ്ട്. അതിൽ CMനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അതുപോലെ ദ ഹിന്ദുവിൽ വന്ന അഭിമുഖം, മലപ്പുറം പരാമർശം വലിയ രീതിയിൽ ചർച്ചയായി. അപ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് PR ഏജൻസികൾ നൽകിയതായിരുന്നു. അങ്ങനെ PR ഏജൻസികൾ പറഞ്ഞതനുസരിച്ചാണ് മലപ്പുറം പരാമർശം അവിടെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യം ഇത് പറയുന്നത് ദ ഹിന്ദുവിനോടാണ്.
അത് താങ്കൾ പറയുന്നു ഡൽഹിയിലേക്ക് എത്തണം എന്നതുകൊണ്ട് തന്നെയാണെന്ന്. എന്തായിരിക്കും ദി ഹിന്ദു തന്നെ അത് തിരഞ്ഞെടുക്കാനുള്ള കാരണവും? അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ, മുഖ്യമന്ത്രിയേക്കാൾ ഇതൊക്കെയാണ് പറയേണ്ടത് എന്നൊരു PR ഏജൻസികൾ നിയന്ത്രിക്കുന്ന ഘട്ടത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കും കടന്നിരിക്കുന്നത് ഇപ്പോൾ? അല്ല, അതൊക്കെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ്. സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതുവരെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് PR ഏജൻസി വരികയാണ്, അവർക്ക് തെറ്റ് പറ്റുകയാണ് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഈ പത്രം ഇറങ്ങിയിട്ട് 30 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്. 15 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട് മാമി കേസിൽ പബ്ലിക്കിന് മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ചർച്ചകൾ വരുന്നത് ചാനലുകളിൽ. പിന്നെയും 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന PR ഏജൻസിക്ക് പറ്റിയ തെറ്റാന്ന് പറയുന്നത്. ഇതൊക്കെ ഈ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ളത് ഒരു കോമൺ സെൻസിലെ കേരളീയ സമൂഹത്തിന് മനസ്സിലാവുമല്ലോ. അവർ കാണട്ടെ, അത്രയും ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. താങ്കളുടെ ഓരോ പരാമർശങ്ങൾ കഴിയും തോറും മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം, പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അത് കോൺഗ്രസ് പാരമ്പര്യമാണ് അൻവറിന് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരികയാണെന്ന് നോക്കുമ്പോൾ പാരമ്പര്യം എന്താണെന്ന് പറയാതെ പിന്നീട് അവരൊരു അഭിപ്രായം ഉന്നയിക്കുമ്പോൾ അവർക്ക് കോൺഗ്രസ് പാരമ്പര്യമുണ്ട് എന്ന് പറയുകയാണ്. അല്ല, അതിപ്പോൾ കോൺഗ്രസ് അത്ര ഒരു മോശപ്പെട്ട പാർട്ടിയാണെന്നുള്ള അഭിപ്രായം പണ്ടും എനിക്കില്ല, എപ്പോഴും ഇല്ല. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ കാലങ്ങൾ കടന്നു വന്നപ്പോൾ അതിലുണ്ടായ പുഴുക്കുത്തുകൾ, അതിലുണ്ടായ ജനാധിപത്യപരമായ പാർട്ടിയുടെ നയത്തിൽ നിന്നുള്ള വ്യതിചലനം, മതേതര സ്വഭാവത്തിൽ നിന്ന് ഒരു മൃദു വർഗീയതയോട് താദ്യാത്മം പ്രാപിക്കുന്ന സ്വഭാവം, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉള്ളവരിൽ നിന്ന് വാങ്ങി എന്തെങ്കിലും ഇല്ലാത്തവന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് സോഷ്യലിസം. ആ വ്യവസ്ഥയ്ക്ക് മാറി സമ്പന്നരുമായിട്ടുള്ള അമിതമായ കൂട്ടുകെട്ട്, ഇത്തരം വിഷയങ്ങളുണ്ടായപ്പോഴാണ് നമ്മളൊക്കെ കോൺഗ്രസ് വിടുന്നത്. എന്നതുകൊണ്ട് കോൺഗ്രസ് മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിനായിട്ട് പഴയ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ ലീഡർഷിപ്പിൽ വന്ന പുഴുക്കുത്തുകൾ, അവരുടെ നയപരമായ വിഷയങ്ങളെ എതിർത്താൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എന്നെ പോലുള്ള കോൺഗ്രസ്സുകാരൻ വരാനുണ്ടായ കാരണം കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല, അതിൻ്റെ സോഷ്യലിസ്റ്റ് ആശയം, അതിൻ്റെ സെക്യുലർ മനോഭാവം കണ്ടിട്ടാണ്. ആ സെക്യുലർ മനോഭാവത്തിന് വന്ന ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് ഇപ്പോൾ ഈ വിഷയം മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ആ പറഞ്ഞപ്പോൾ നീ കടക്ക് പുറത്തുനിന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. പാർട്ടിക്കുള്ളിൽ തന്നെ സഹായമുണ്ട്, പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾ എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, അത് ഈ നേതാക്കൾ എന്ന് പറയുന്നത് പാർട്ടിയിൽ ഇപ്പോൾ പിന്നിലേക്ക് വലിക്കപ്പെടുന്നവരാണോ, P ജയരാജനെ പോലുള്ള നേതാക്കളാണോ സഹായവുമായി എത്തുന്നത് എന്നൊരു സംശയം പൊതുവിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പരിപൂർണമായും തെറ്റാണ്. എനിക്ക് പാർട്ടിയിൽ നിന്ന് സഹായമുണ്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ അവിടെ കൊടുത്തിട്ടില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് എനിക്ക് അയച്ചു തരണം. നിങ്ങളുടെ പിന്നിൽ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകാശത്തേക്ക് വെറുതെ ഉണ്ടാറാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല, എൻ്റെ പിന്നിൽ ഈ ജനങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും എന്നെ പിന്തുണക്കും, ലീഡർഷിപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടില്ല. ഈവൻ KT ജലീൽ, ഇപ്പോൾ ഈ പറയുന്ന KT ജലീൽ, എന്താ പിന്നെ റസാഖ് എന്നൊക്കെ പലതും പറയുന്നുണ്ടല്ലോ. ഐ നെവർ ഓപ്പൺ മൈ മൗത്ത് ബിഫോർ ദം. ജലീലിനെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു, റൂമിൽ വന്നു, ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു എന്നല്ലാതെ നത്തിങ് റിലേറ്റഡ് ടു ദിസ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. ജലീലൊക്കെ എന്നോട് ഇത്ര അഗ്രസീവായി പോകരുതെന്ന് പലപ്പോഴും ഉപദേശിച്ചിട്ടില്ല, ജസ്റ്റ് എ ബ്രദർലി. അല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഞാൻ വിഷയങ്ങൾ കണ്ടിട്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ജനങ്ങൾ ആലോചിക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഓരോ CPM-ലുള്ള CPI-ലുള്ള ഓരോ ഘടകകക്ഷികൾക്കും അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ അവരൊന്നും ഇത്തരത്തിലൊരു അഭിപ്രായങ്ങളും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു ഒതുക്കൽ മനോഭാവം ഈ ഘടകകക്ഷികൾക്ക് അവിടെ ബാധിക്കപ്പെടുന്നുണ്ടോ? അതിനെന്തിനാ ഒതുങ്ങാൻ നിന്ന് കൊടുക്കുന്നത്? ഒതുങ്ങാൻ നിന്ന് കൊടുക്കുന്ന അവനാന് ശേഷിയില്ലാത്തതുകൊണ്ടാണ്. ഈ പറയുന്ന ഘടകകക്ഷികളിൽ മഹാഭൂരിപക്ഷവും CPM-ൻ്റെ തണലിൽ അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അവർ വെയിലത്തേക്ക് വന്ന വാടും. ഒരു വെയിലത്ത് മുളച്ച് വരാനുള്ള ശേഷി അവർക്കില്ല. അതുകൊണ്ട് അവർ സ്വയം ഒതുങ്ങേണ്ടി വരും. അവരൊന്നും ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നടത്തുന്നതല്ല, മനസ്സിലായോ? അവരൊന്നും ഒരു ഇടപെടൽ നടത്തുന്നില്ല. ജനങ്ങളുമായി ഇടപെട്ടെങ്കിലല്ലേ ജനങ്ങൾ വരുള്ളൂ. അപ്പോൾ ഒതുക്കല്ല, അവർ ഒതുങ്ങി നിൽക്കുകയാണ്, വേറെ മാർഗമല്ല. ഇനി ഒരു തുടർഭരണം LDF-ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, അതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നത്തെ ഒരു മാസം 15 ദിവസത്തെ ഒരൊറ്റ ഇൻസിഡൻറ്റ് മതി. നാളെ 100 സീറ്റിൽ നിന്ന് ജയിക്കാൻ പോകുന്ന UDF വോട്ടിങ്ങിൻ്റെ തലേന്ന് ഒരൊറ്റ ഇൻസിഡൻറ്റ് ഉണ്ടായാലും നേരെ തിരിയും. അപ്പോൾ 2 വർഷത്തിനപ്പുറം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും അപഗ്രഥനം നടത്താൻ ആളല്ല.
അതൊക്കെ പറയുന്നവരങ്ങനെ പറയാ ഇനി എന്നല്ല, തുടർഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും നിലമ്പൂർ MLA ആയിട്ട് താങ്കൾ നിയമസഭയിലുണ്ട്. അതൊന്നും ഒരു തീരുമാനമില്ല. അതൊന്നും ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് 2 വർഷം കഴിയണ്ടേ. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല, മനസ്സിലായോ? അപ്പോൾ പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മത്സരിക്കും, ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ അത്ര ദൂരത്തേക്ക് നോക്കിയിട്ട് വിശ്വാസം വയ്ക്കുന്ന ആളല്ല ഞാൻ. ഇപ്പം ഇരിക്കുന്ന നാളത്തെ കാര്യം ഞാൻ നോക്കും, മറ്റന്നാളത്തെ നോക്കും. അതിൻ്റെ അപ്പുറത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ദാറ്റ് വി വിൽ സീ. അതുപോലെ ഉള്ളതാണ് ഇപ്പോൾ PV അൻവർ MLA പല കാര്യങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊക്കെ പലതിലും പറയുന്നുണ്ട് തെളിവുകളുണ്ട്, എന്നാൽ പൂർണ്ണമായും ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ തെളിവുകൾ വെച്ചിട്ടില്ല. താങ്കൾക്കാണെങ്കിൽ പോലീസ് സേനയെ വിശ്വാസവുമില്ല. അപ്പോൾ പൂർണ്ണമായും ആളുകളിലേക്ക് ഈ തെളിവുകൾ നൽകിക്കൂടെ? ജനങ്ങൾക്ക് നൽകിയിട്ട് കാര്യമില്ല. തെളിവൊക്കെ തേച്ച് മായ്ക്കപ്പെടും. കൊടുത്ത തെളിവ് തന്നെ ഇപ്പോൾ അവർ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഇനിയിപ്പോൾ നമുക്കൊരു ജുഡീഷ്യറിയെ സമീപിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ജുഡീഷ്യർക്കും അതിൽ പരിമിതികളുണ്ട്. അപ്പോൾ എന്താണ് ഭരണകൂട ഭീകരത എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്നത്. ആ ഭീകരതയെ മറികടക്കാൻ വലിയ പ്രയാസമാണ്. പിന്നെ എന്താണ്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ്റിനെ തീരുമാനിക്കപ്പെട്ട 5 വർഷമാണ്. ആ 5 വർഷം ജനങ്ങളെ ആ ഭരണകൂട ഭീകരതയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ മൂക്ക് താഴോട്ടായ മനുഷ്യർ മുഴുവൻ പറയുന്ന കാര്യം ഒരു മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മാത്രം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഭരണകൂട ഭീകരത. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊക്കെ എന്തും സംഭവിക്കാമെന്ന് ഞാൻ പറയുന്നതാണ്. അതുപോലെ പല തെളിവുകൾ വരുമ്പോഴും പലതും മുന്നേ നടന്ന പല കാര്യങ്ങളുടെയും തെളിവുകളടക്കം കൊണ്ടുവരുന്നുണ്ട്. ചോദിച്ചാലും പറയണമെന്നില്ല, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സോഴ്സ്? എന്താണ് ശരിക്കും പോലീസ് സേനയിൽ അടക്കമുള്ള കാര്യങ്ങൾ അടക്കം കിട്ടുന്നുണ്ട്? അല്ല, അതിൽ സോഴ്സ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് സോഴ്സ് ഉണ്ടല്ലോ. അതിൽ കുറേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും സ്റ്റേണാണ്, മനസ്സിലായില്ലേ? അവർ പറയുന്നത് ഞങ്ങളെ ഡിസ്മിസ് ചെയ്താലും ഒരു കുഴപ്പമില്ല സാറേ, നല്ല തൂമ്പുണ്ട് വീട്ടിൽ, അതെടുത്ത് പോയി കളച്ച് വൈകുന്നേരം 500,000 കിട്ടില്ല, അത് മതി കുടുംബത്തിനെ പോറ്റാൻ. എന്നാലും ഇവന്മാരെ ഒന്നും ബാക്കിൽ ഇനി നിൽക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ വളരെ സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാർ ഇരുമ്പ് പോലെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. പോലീസുകാർ മാത്രമാണ്? പലതും ഉണ്ട്, പത്രക്കാരുണ്ട്, അണികളുണ്ട്, ജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പോലീസിനെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോൾ ആ അന്വേഷണം നടക്കുന്നത്. ഞാൻ കൊടുത്ത പരാതിയും ആ വിഷയമല്ല പോലീസ് സീരിയസ് ആയി എടുത്തിരുന്നത്. ഈ വിവരമൊക്കെ എനിക്ക് ആരാ തന്നത് അത് അന്വേഷിച്ച് നടക്കുക. ഇതും ഈ ഭരണകൂട ഭീകരതയുടെ മറ്റൊരു രൂപമാണ്. പിതൃതുല്യനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആരോപണങ്ങൾ പലതും പുറത്തേക്ക് വരുന്നത്. പിന്നീട് ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് അതിലേക്കൊരു മാറ്റമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി എന്ന സൂര്യൻ കെടാറായി എന്നടക്കം പറയുന്നതിലേക്ക് എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? അല്ല, മുഖ്യമന്ത്രി അടക്കമുള്ള സൂര്യൻ കെടാറായി എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്. ഞാൻ പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിയെ കണ്ട ദിവസമാണ് ഈ പരാതിയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്. CM പല കാര്യം അറിയുന്നില്ല. ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. CM ഇഷ്ടപ്പെട്ടാലും ഇനി ദേഷ്യപ്പെട്ടാലും ഞാനത് പറയുന്നു. നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് CMന് ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്നില്ല, വളരെ മോശമാണ് സാഹചര്യം. 21 സൂര്യനെ പോലെ കത്തി നിന്നിരുന്ന മനുഷ്യനാണ് CM. അങ്ങനെയാണ് ഞാനടക്കം ജയിച്ചത്. പക്ഷേ ആ സൂര്യൻ കെട്ടുപോയി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ. CMൻ്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലെത്തി. തിരിച്ച് 25-30% കയറി ആളുകൾക്ക് വെറുപ്പായി. പൊതുസമൂഹം CMനെ നിങ്ങളെ വെറുക്കുന്ന അവസ്ഥയാണ്. CMൻ്റെ കാലശേഷം CM ഒരു വെറുക്കപ്പെട്ട പൊളിറ്റിക്കൽ ലീഡറായിട്ട് അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം അപ്പുറത്തിരിക്കുന്ന ശശിക്കാണ്. CM അത് ഗൗരവമായി കാണണമെന്ന് ഞാൻ പറയുകയാണ്, ഒരു മകനെ പോലെ. അപ്പോഴാണ് എൻ്റെ തൊണ്ട ഇടറിയത്, ഞാൻ വിഷമിച്ചതൊക്കെ. ഇതൊക്കെ ഉണ്ടായ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ പിന്നെ പുറത്ത് പറയിപ്പിക്കുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ ഒരു പിതാവിനെ പോലെ സ്നേഹിച്ച് ഈ ശശിയും അജിത് കുമാറുമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് വിശ്വസിച്ചാൽ ഞാൻ പോരാട്ടം തുടങ്ങുന്നത്. ആ പോരാട്ടത്തിന് പ്രത്യക്ഷത്തിൽ CM എനിക്ക് സപ്പോർട്ടാണ് കാണിച്ചത്, ഓരോ ഘട്ടം പരിശോധിച്ച് നോക്കിയാലും. പക്ഷേ അപ്പോഴും ഞാൻ നോക്കുമ്പോൾ കേസ് അന്വേഷണം സത്യസന്ധമല്ല പോകുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ നടന്നു. IPS സുജിത്താസിനെ സസ്പെൻഡ് ചെയ്തു, മലപ്പുറം SP മാറ്റി, പോലീസ് ഓഫീസർമാരെ DYSPമാരെ മാറ്റുന്നു, പുതിയ SP ആര് വേണമെന്ന് എന്നോട് ചോദിക്കുന്നു, മനസ്സിലല്ലേ? ഇതൊക്കെ നടക്കുമ്പോഴും ഞാനതിലിങ്ങനെ ആനന്ദം കൊണ്ട് ആനന്ദലഹരിയിൽ ആറാടുകയല്ല ചെയ്തത്. ഞാൻ ഓക്കെ വിൽ സി എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ അന്വേഷണം, മാമി കേസിൻ്റെ കാര്യം, ഞാനീ പറഞ്ഞ സ്വർണ്ണക്കേസിൻ്റെ കാര്യം, മരംമുറിയുടെ കാര്യം, ഞാനതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫ്രൂട്ട്ഫുള്ളല്ല. അപ്പോൾ എനിക്ക് സംശയമായി.
അപ്പോൾ ഞാൻ കൂടുതൽ തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ടിരുന്നു, നിരന്തരമായി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അവസാനം എന്താണ് CM വന്നിട്ട് പറഞ്ഞത്, ഞാൻ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണ്, പോലീസിൻ്റെ ആക്ഷൻ തടസ്സപ്പെടുന്നത് ഈ കള്ളക്കടത്തുകാർക്ക് ആവശ്യമാണ്, അതിൻ്റെ ഒരു സപ്പോർട്ടറായിട്ട് അൻവർ സംസാരിക്കുന്നു എന്ന രീതിയിൽ പറയുമ്പോഴാണ് പിന്നെ എനിക്കിതൊക്കെ പറയേണ്ടി വന്നത്, ഓരോ ഇൻസിഡൻറ്റും വിവരിക്കേണ്ടി വന്നത്. അദ്ദേഹം ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ കള്ളനാക്കുമ്പോൾ എൻ്റെ വസ്തുത എനിക്ക് പറയാതിരിക്കാൻ കഴിയും, അത് എനിക്കല്ലേ പറയാൻ പറ്റും. അങ്ങനെയാണ് CM പറയേണ്ടി വന്നത്. ഞാനതിന് ഉത്തരവാദിയല്ല. സൂര്യനെല്ലി കേസ്, ഐസ്ക്രീം പാർലർ കേസ്, ഈ കേസിലടക്കം പണ്ട് തൊട്ടേ കേട്ട് വന്നിട്ടുള്ള ഒരു പേരാണ് P. ശശി എന്നുള്ളത്. എന്നിട്ട് ഇപ്പോഴും താങ്കളടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുമ്പോഴും കൃത്യമായി ഒരു സംരക്ഷണമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരക്ഷണം P. ശശിക്ക് ലഭിക്കുന്നത്? നോ ഐഡിയ. മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളല്ലേ ശശി, അതിൽ CM പറഞ്ഞ ആയിക്കോട്ടെ, ഇതാണ് മാതൃകയെങ്കിൽ തുടരട്ടെ, ഇതാണ് സമൂഹത്തിന് കൊടുക്കാനുള്ള മെസ്സേജെങ്കിൽ അടുത്ത തലമുറയും ഈ കള്ളന്മാരും കൊള്ളക്കാരും ബലാത്സംഗക്കാരും സ്ത്രീ പീഡകന്മാരുമായി വളരണം എന്നാണല്ലോ ഈ പറയുന്ന എന്താ പറയുക മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനാണ് അദ്ദേഹം പ്രോത്സാഹനം ചെയ്യണമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന്. അതുപോലെ അദ്ദേഹത്തിനെതിരെ വന്ന പരാതികളിൽ പറയുന്നുണ്ട്, ഈ സ്ത്രീകളെ വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചിരുന്നു എന്നടക്കം പറയുന്നുണ്ട്. ഇതൊക്കെ നേരിട്ട് താങ്കളോട് സ്ത്രീകൾ പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? യെസ്, അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് ആ കത്ത് കൊടുത്തത്. അതിൻ്റെ അടിയിൽ എഴുതിയ വായിച്ചില്ല, അവസരം 2 വരി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകാൻ ഞാൻ തയ്യാറാണെന്നാണല്ലോ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള കത്ത് കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ സംഭവം ഇതിലൊരു കഴമ്പില്ലാതെ തള്ളിയിരിക്കല്ലേ, എന്നെ വിളിച്ച് ചോദിച്ചിരിക്കല്ലോ പാർട്ടി. എന്നിട്ട് ഞാൻ ആ കത്ത് പുറത്ത് വിട്ടില്ല. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ ചാനൽ ചർച്ചക്കാരൊക്കെ ഈ കാര്യമാണ് പറയുന്നത്. അൻവർ പാർട്ടിക്ക് കൊടുത്ത കത്തിലും ശശിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, അൻവർ ആളാകാൻ നടക്കുകയാണ്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടി ഞാൻ പുറത്തേക്ക് വിട്ടു. ഇതൊക്കെ ഇവർ തന്നെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞാൻ ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉള്ള വ്യക്തി, ആത്മാർത്ഥമായി ഇവരെക്കാളും. കാരണം ഇന്ന് ഈ കെട്ട കയ്യിൽ നിന്ന് ഈ സംഗതി നാളെ നല്ല കരങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പ്രസ്ഥാനം ഇവിടെ ആവശ്യമാണ്. അന്ന് പ്രസ്ഥാനമുണ്ടെങ്കിലേ അതിന് നേതൃത്വം നൽകാൻ ആളുകൾ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിത്തറ ഇളകരുതെന്ന് എനിക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പലതും ഞാൻ റിസർവ് ചെയ്ത് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ അടിത്തറ മാന്തിക്കുന്നത് അവർ തന്നെയാണ് എന്നെ കൊണ്ട്. അത് ഞാൻ ഉത്തരവാദിയല്ല. എന്നാലും പരിമിതമായ സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വിശാലമായ ഗ്രൗണ്ട് എൻ്റെ മുന്നിലുണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് ഞാൻ ഇറങ്ങി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ AK സെൻറ്റർ പൊളിച്ച് നേതാക്കന്മാർ ഓടേണ്ടി വരുമെന്ന് പറഞ്ഞത് വസ്തുതയാണ്. അതിലേക്ക് ഇവർ എത്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത് അങ്ങനെ ആവരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും പറയുന്നത് തുടർഭരണം അഹങ്കാരികളാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ തുടർഭരണം ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നടക്കം പറയുന്നവരുണ്ട്. അതിനൊപ്പം തന്നെ ആളുകൾ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആരായിരിക്കും ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളത് എന്നതിനെ സംബന്ധിച്ചും വലിയ ചർച്ചകൾ ജനങ്ങൾ നടത്തുന്നുണ്ട്. അവർ കാഷ്വലി അവർ പറയുകയാണ്, അതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, ആരാണ് സാധ്യത, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നടക്കുന്നു. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ ചോദ്യം ചോദിക്കുന്ന എൻ്റെ സഹോദരിക്കും മുഖ്യമന്ത്രി ആവാം, അക്കോർഡിംഗ് ടു മീ. ഈ ഇരിക്കുന്ന എനിക്കും മുഖ്യമന്ത്രി ആവാം. കുറച്ചൊരു രാഷ്ട്രീയ ബോധമുള്ള നിങ്ങളെ കൂടെ നിൽക്കുന്ന അവർക്കും മുഖ്യമന്ത്രി ആവാം. ഇതൊന്നൊരു വലിയ സംഭവമൊന്നുമല്ല. ഒരു മന്ത്രിപ്പണി എന്ന് പറഞ്ഞാൽ പലതും വലിയ സംഭവമാണ്. മന്ത്രി എന്ത് മന്ത്രിയാകുമ്പോൾ അങ്ങനെ ഒരു കാറിൽ ഓണൊക്കെ അടിച്ചിട്ട് പോലീസ് ജീപ്പൊക്കെ മുന്നേ എന്നൊക്കെ പറഞ്ഞ് പോവാം. മന്ത്രിപ്പണി കഴിഞ്ഞ കുറേ ആളുകളെ കാണണമെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോയി നിൽക്കണം വൈകുന്നേരം. അപ്പോൾ കുറേ മുൻ മന്ത്രിമാർ പട്ടി പിടിച്ച് വരുന്നുണ്ടാവും. ഒരാളും കൂടെ ഉണ്ടാവില്ല, ഒരാൾക്കും അറിയില്ല. ഇനിയിപ്പോൾ ട്രെയിനിലേക്ക് കയറുമ്പം നന്നായി മനുഷ്യരോട് പെരുമാറിയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളൊന്ന് കൈ കൊടുത്ത് പിടിച്ച് കയറ്റും. അല്ലാത്ത ഈ പറയുന്ന ലൈനപ്പ് ആളുകളാണെന്നുണ്ടെങ്കിൽ ആ കൈ കൊടുക്കുമ്പോൾ കൈ കൊടുക്കാതെ അവൻ തിരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം അവിടെ. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസം. ഒരു മന്ത്രി എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു സംഭവമാണ് എന്ന് കരുതി നടക്കുന്നവരാണ് ഈ പറയുന്നവരൊക്കെ. എനിക്കതൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് ജനിച്ച അന്ന് മുതൽ ഈ മന്ത്രിക്ക് കിട്ടുന്ന എന്താ സൗകര്യങ്ങൾ, നമുക്ക് ജീവിക്കാൻ വീടിന് കഴിക്കാൻ ഭക്ഷണമുണ്ട്, യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, കൂടെ നടക്കാൻ ആളുകളുണ്ട്, സഹായിക്കാൻ മറ്റാളുകൾ. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു മന്ത്രിയായി കിട്ടുക. ഇതൊന്നും ഇല്ലാത്തവനൊരു മന്ത്രിയാകുമ്പോൾ എന്തൊക്കെയോ കിട്ടിയ പോലെ തോന്നും. അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക മന്ത്രിമാരൊക്കെ ഉള്ള സൗകര്യത്തിനപ്പുറം ദൈവാനുഗ്രഹം കൊണ്ട് ജനിച്ച മുതൽ അതൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ.
അപ്പോൾ അതൊന്നും എന്താ പറയുക, പിന്നെ പവർ അതാണ് മറ്റുള്ളത്. ഇതൊന്നുമില്ലാതെ പി വി അൻവർ സ്വന്തം ഒരു വ്യക്തിയായി നടക്കുന്നതൊന്നും ഒരു സാധാ കോൺഗ്രസ്സുകാരനായി നിന്നും ഇപ്പം നീ മന്ത്രിമാരൊക്കെ ചെയ്യുന്നതിനേക്കാളും ജോലി എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. കാര്യങ്ങൾ ജനങ്ങൾക്ക് നടത്തി കൊടുക്കാൻ കഴിയുമായിരുന്നു. ഈ ഒരു സംവിധാനത്തിൽ വന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഹാൻഡിക്യാപ്ഡ് ആയത്. കാരണം ആ ഒരു സംവിധാനത്തിൻ്റെ അകത്തു നിന്നിട്ട് വേണമല്ലോ പലതിനും നമ്മൾ പ്രതികരിക്കാൻ. അപ്പോൾ അതൊന്നും ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പവർ തോന്നിയ പോലെ നടക്കുന്ന മന്ത്രിമാർ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണോ പറയുന്നത്? അല്ല, അതൊക്കെ നിങ്ങൾ ജനങ്ങളോട് സർവേ നടത്തി ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. അപ്പോഴും പറയുന്നത് പി വി അൻവറിന് മന്ത്രിയാവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. സന്തോഷം, സന്തോഷം, അവരങ്ങനെ സമാധാനിക്കട്ടെ. അത് പറയുന്ന അഹമ്മദ് ദേവർകോവിലിന് ശേഷം മന്ത്രിയാവണമെന്ന് അവർ പറഞ്ഞിരുന്നു, പക്ഷെ അത് നടക്കാതെ പോയതുകൊണ്ടാണ്. ഇതെവിടെ ആ മന്ത്രിയുടെ ഇതാണ് ഇതൊക്കെ. ഇതിങ്ങനെ ആനപ്പുറത്തിരിക്കും വലിയ സംഭവം തോന്നുന്നു. ആന അങ്ങോട്ട് പോയാൽ കിടും എന്നാണ് താഴേക്ക് വീഴും. ചിലപ്പോൾ വീഴുന്നത് ആനപ്പിണ്ടിയിലേക്കായിരിക്കും. ആനപ്പിണ്ടിയിലേക്ക് വീഴാതെ സൂക്ഷിച്ചാൽ മതി. പി ശശിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇ പിയേക്കാൾ പ്രാധാന്യം പി ശശിക്കുണ്ടോ? കാരണം ഇ പി ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന പേരിലാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്. 5 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക്. ഓക്കെ ഓക്കെ, അതിലും ഉണ്ടോ? ഐ ഡോണ്ട് നോ, നോ ഐഡിയ. ഇ പിയെ പോലൊരു നേതാവിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു? ഐ ഡോണ്ട് നോ. ഇപ്പോൾ കോൺഗ്രസ് താങ്കൾ പറയുന്ന പല ആരോപണങ്ങളുമാണ് മുന്നിട്ട് നിർത്തുന്നതും അത് ആരോപിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഈ പിന്തുണ അവരിനിയും നൽകാൻ സാധ്യതയുണ്ടാവും? ആരെ പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരാളോടും പിന്തുണക്കണമെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് ഈ വിഷയമാണെങ്കിൽ ജനങ്ങളെ ഏറ്റെടുത്താൽ അവരുടെ കൂടെ ഒരു പാർട്ടിയായി മാറും, ഒരു അണിയായിട്ട് ഞാനുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. അവിടെ തന്നെ എപ്പോഴും നിൽക്കുന്നത്. ഇത്രയും പ്രതികരണങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ഇനി ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഈ ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ തീരുമാനിച്ചാൽ അതിലൊരു അണിയായിട്ട് ഞാനുണ്ടാവും. അതിൽ നേതാവാകണമെന്ന് ജനങ്ങൾ പറഞ്ഞാൽ ഞാൻ നേതാവാകും. അല്ല, നിങ്ങൾ പിന്നിൽ നിന്നോന്നാൽ ഞാൻ അവിടെ നിൽക്കും, ഈ വിഷയത്തോടൊപ്പം നിൽക്കും. പുതിയൊരു പാർട്ടി ഉണ്ടാവും? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ ആരൊക്കെ പറയുന്നു കോൺഗ്രസിലേക്കും വിളി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ സ്വാഭാവികമല്ലേ, വിളിക്കല്ലോ. കോൺഗ്രസ്സുകാർക്ക് എൻ്റെ കപ്പാസിറ്റി അറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വിളിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാരെ ലീഗിനെ ഒന്നും അതിന് കുറ്റം പറയാൻ പറ്റില്ല. BJP അടക്കം ക്ഷണിച്ചേക്കാം, അവരുടെ ഇഷ്ടമല്ലേ. അതൊന്നും ഇപ്പോൾ നമുക്കൊരു കുറ്റമായി കാണാൻ പറ്റില്ലല്ലോ. പൊളിറ്റിക്സിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ ഈ CPM പാർട്ടിക്ക് ഉള്ളിൽ ഒരു വർഗീയത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? മുമ്പൊന്നും താങ്കൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല, ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഉള്ളതായി തോന്നുന്നുണ്ടോ? വളരെ ഒറ്റപ്പെട്ട ലീഡേഴ്സിന് മാത്രമാണ്. പാർട്ടി പ്രവർത്തകരിലൊന്നും ഒരിക്കലും നമ്മളത് കണ്ടിട്ടില്ല. വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റില്ല. പിന്നെ ഇന്ന് പത്രക്കാരോട് ചോദിച്ചു, മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയത എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. മുമ്പ് അദ്ദേഹം ന്യൂനപക്ഷ വർഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. തെറ്റാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണം എന്ന് പറയുന്ന ആ സമയത്തൊക്കെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു കുറ്റമായിട്ട് ഇപ്പോൾ ആരെങ്കിലും എടുത്ത് പറയുമ്പോൾ അതിനെ എന്താ പറയുക അക്കൗണ്ട് ചെയ്ത് കൊടുക്കണം ഞാൻ നിൽക്കില്ല. നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയം പഠിച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ യാഥാർത്ഥ്യങ്ങളായി നമ്മളെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയത്രേ ഉള്ളൂ. ഒരു ഭയം തട്ടിയിട്ടുണ്ടാവും CPM-നും തോന്നുന്നുണ്ടോ? കാരണം താങ്കളുടെ പരിപാടിയിൽ വരുന്നതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ്, അല്ലാണ്ട് പാർട്ടി അണികളൊന്നും പോകുന്നില്ല. പറയട്ടെ, കാലമൊക്കെ കാണിച്ചു കൊടുക്കും. അണികളിൽ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് പ്രകടമാകുന്നുണ്ടോ? നിങ്ങളൊക്കെ ഈ ഭൂമിയിലൂടെ നടക്കുന്ന സാധാരണ പത്രപ്രവർത്തകരിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് നമ്മളെക്കാളും അതറിയാൻ കഴിയുന്ന നിങ്ങൾക്ക്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എങ്കിൽ പോലും പല നേതാക്കളും പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ PV അൻവറിൻ്റെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ അത്ര ഏശിയിട്ടില്ല, അല്ലെങ്കിൽ മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നടക്കം പോലും പറയുകയാണ് ആളുകളോട്. അത് അവിടെ ആളുകളോട് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ ഈ പ്രതിസന്ധി മുഴുവനായിട്ടും PV അൻവർ അവിടുന്ന് ജയിച്ചത്. മണ്ഡലത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണല്ലോ. അതൊന്നും കുഴപ്പമില്ലെന്നേ. അവരെങ്ങനെയൊക്കെ സമാധാനിക്കട്ടെ. നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണല്ലോ അവരൊക്കെ എപ്പോഴും. അതുകൊണ്ട് അവർക്കൊരു സമാധാനം എടുക്കേണ്ടതോ സ്വാഭാവികമായിട്ട് ഞാൻ വരുമ്പോഴേ ഒരു പ്രയാസം അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെ ആവട്ടെ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പാർട്ടിയിൽ ഒപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രതികരണങ്ങളുണ്ട്. താങ്കളുടെ പ്രതികരണങ്ങൾ ഏറ്റെടുത്തൊരു രീതിയും ഒക്കെയുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എപ്പോഴും CPM പറയുന്നത് പാർട്ടിക്ക് മേലെയല്ല നേതാക്കൾ, ആളുകൾ ആരും തന്നെ പാർട്ടിക്ക് മേലെയല്ല എന്നുള്ളതാണ്. പറഞ്ഞാൽ പോരല്ലോ.
അതിങ്ങനെ പറഞ്ഞതുകൊണ്ടതാവില്ലല്ലോ. ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രിയാവോ? പ്രധാനമന്ത്രിയല്ല, ഞാൻ MLA അല്ലോ. പക്ഷെ എനിക്ക് പറയാം ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് പറയാം. പക്ഷെ ഞാനെന്താ, ഞാൻ MLA ആണ്. അത്രേ ഉള്ളത്. ആ ജനപിന്തുണ തന്നെയാണോ ഇപ്പോൾ ഇതെല്ലാം പറയാനുള്ളൊരു ആർജവം എത്തിച്ചിരിക്കുന്നത്? അല്ല, നമ്മൾ ജനത്തിനെ നോക്കിയിട്ടല്ലല്ലോ പറയുന്നത്. നമ്മൾ പണ്ടേ അഭിപ്രായം പറയുന്നവരാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബാഭിമാനാണിത്, അറിയാലോ. അപ്പം ഒന്നും ഈ എതിർത്ത് സംസാരിച്ച ശീലമുള്ള കുടുംബത്തിന്. അപ്പം അതിന് ഒരു ആളുടെ പിന്തുണയൊന്നും വേണ്ട. സത്യമെന്ന് തോന്നുന്ന വിളിച്ച് പറയും. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു തർക്കമില്ല. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. എന്തെങ്കിലും പറയാൻ പറ്റില്ല നമ്മൾ. എങ്കിലും അതിനെ വ്യക്തിപരമാണെന്ന രീതിയിലേക്ക് അടിച്ചമർത്തുന്നതിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? അവർക്കൊരു ആശ്വാസമാണെങ്കിൽ നടക്കട്ടെ. എനിക്കൊരാശ്വാസക്കേടും ഒരു സമാധാനക്കേടും ഇല്ലല്ലോ. പിന്നെ ഞാൻ അവർക്ക്, നമ്മൾ പഴയ സുഹൃത്തുക്കളല്ല, ഇപ്പോഴും നമ്മളെ മനസ്സിൽ അവർക്ക് സുഹൃത്തുക്കളാണ്.